ഹലോ ഗൈസ്, മമ്മൂക്കാന്റെ പുതിയ പടമായിട്ടുള്ള ബസൂക്ക കണ്ടിട്ട് വരുന്ന വഴിയാണ് ഗൈസ്. വീഡിയോ തുടങ്ങും മുമ്പ് തന്നെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് എന്നെ തെറിവിളിക്കാൻ പോകുന്ന മമ്മൂക്കാന്റെ അന്തം ഫാൻസിന്റെ അപ്പനപ്പൂപ്പന്മാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. തെറിവിളിക്കാൻ പോകുന്നവരുടെ മാത്രമേ സ്മരിക്കുന്നുള്ളൂ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇക്കാന്റെ സ്റ്റൈല് അതൊരു ഒന്നൊന്നര സ്റ്റൈല് തന്നെ. നല്ല ഫാൻസിനൊക്കെ കൈയടിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്വാഗൊക്കെ ഇക്ക അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രായത്തിൽ എന്നാ ഒരു ഇതാ ഉള്ള കാര്യം പറയണമല്ലോ, അതും പറയാതിരിക്കാൻ വയ്യ. അടുത്ത പോസിറ്റീവ്, ഇതിനകത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചെറിയ ഒരു തീട്ടം കമ്മിയ റോളുണ്ട് ഗൈസ്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ഹെവി സർപ്രൈസിങ് സാധനം. ഒട്ടും ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ഫോർഡ്, ടൊയാറ്റോ, ഷെവർലെ നിർത്തിപ്പോയ വണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഭീമ ജ്വല്ലറി, ഇവർക്കൊക്കെ നല്ല രീതിയിലൊരു പരസ്യം ഈ ഒരു സിനിമ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. ആണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. വയലൻസ് ഒന്നും തീരെയില്ല. മറ്റേ കത്തിക്കുത്തോ ഗർഭപാത്രം ചവിട്ടി കലക്കലോ തലതല്ലി പൊളിക്കലോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഫാമിലി ആയിട്ട് പോയി സ്വസ്ഥമായിട്ടിരുന്ന് പടം കാണാം. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ് അതുവരെ കടിച്ചു പിടിച്ചിരിക്കണം. അയിഞ്ഞാട്ടം. അത് പക്ഷെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അത് ഓരോരുത്തരും ആസ്വദിക്കുന്ന രീതിയിൽ ഇരിക്കും. അത് നിങ്ങൾക്ക് ചിരിയാണോ, അത് കണ്ടിട്ട് കരച്ചിലാണോ വന്നത്, അതോ ഗൂസ്പംസ് ആണോ വന്നത്, നിങ്ങൾ പറയണം. വന്ന് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. അജാതി ഒരു ക്ലൈമാക്സ് ഈ ഒരു സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി സാധനമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോയി സിനിമ കാണാം. പിന്നെ ഇതിന്റെ മമ്മൂക്കാന്റെ ഇൻട്രോ ഭാഗത്ത് മമ്മൂക്കായ്ക്ക് നല്ലൊരു ടൈറ്റിൽ കാർഡ്. ഇപ്പൊ എല്ലാവരും ആ പരിപാടി ചെയ്യുന്നുണ്ട്. മറ്റേ വിജയുടെയൊക്കെ സിനിമ വരുമ്പോഴത്തേക്ക് വിജയുടെ കുറെ പഴയ സിനിമയുടെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ലാസ്റ്റ് എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ആശീർവാദ് സിനിമാസിൽ മോഹൻലാലിന്റെ അങ്ങനത്തെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്ത് മമ്മൂക്കായ്ക്ക് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കളർ ടോൺ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് നീല ഷെയ്ഡാണ് കൊടുത്തത്. ബാക്കിയെല്ലാം ഒരു ചുമല മഞ്ഞ സാധനമാണല്ലോ. ഇത് ചെറുതായിട്ടൊരു നീല ഷെയ്ഡ് പിടിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് കൊള്ളാം കേട്ടോ, നൈസ് ആയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് കുറച്ച് പോസിറ്റീവ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഉള്ള കാര്യം പറയാലോ. ഇനി നമുക്ക് ഈ സിനിമയുടെ നെഗറ്റീവിലോട്ട് വരാം. ഒരു തരത്തിലും ഈ സിനിമ കണക്ട് ആയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പീരെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വെറുപ്പീര് കടിച്ചു പിടിച്ചിരുന്ന് കണ്ടു നിർത്തിയത്. ഇതിങ്ങനെ എഴഞ്ഞ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമുക്കൊരു ഹൈ മൊമെന്റ് കിട്ടും. അത് ഹൈ ആണോ ലോ ആണോ എന്ന് നിങ്ങൾ കണ്ട് തീരുമാനിക്കേണ്ട സാധനമാണ്. എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. ഞാനൊന്നും കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാൻ നിൽക്കുന്നില്ല. അല്ലാത്ത പക്ഷം ഈ ഒരു സിനിമ ഒരു രീതിയിലും കണക്ട് ആവാത്ത ഒരു സിനിമയായിപ്പോയി. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയുവാണെങ്കിൽ എന്തുപാടി ഒരുമാതിരി പബ്ബിൽ കയറിയ അവസ്ഥയായിപ്പോയി. തുടക്കം തൊട്ട് ഇങ്ങനെ ബേസ് ഉള്ള ഇങ്ങനെ ഇതങ്ങ് ഇടിച്ചു കയറ്റി വെച്ചേക്കാണ്. ഇതെന്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത്? ചില സമയത്ത് ഈ സാധനം കേട്ട് തല വീർത്ത് അരോചകമായി തോന്നിപ്പോയി. അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അടുത്ത നെഗറ്റീവ്, ഇതിനകത്ത് ഫൈറ്റ് സീൻ. ഇക്കായ്ക്ക് ഫൈറ്റ് സീൻ ചെയ്യാൻ പരിമിതികളുണ്ട്. ഇക്കായ ഇങ്ങോട്ട് മാറ്റി നിർത്താം. പക്ഷെ പരിമിതി ഇല്ലാത്ത കുറെ യുവതലമുറകൾ ഇതിനകത്തുണ്ട്. ഇവന്മാർക്ക് മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്തൂടെ? ഇവന്മാരുടെ ഫൈറ്റ് പോലും ഇതിനകത്ത് കൂതറയാണ്. പിന്നെ ഓരോ ഫൈറ്റും കൊണ്ടുപോയി പ്ലേസ് ചെയ്തേക്കുന്നത്, പ്രത്യേകിച്ച് ഇക്കാന്റെ ഒക്കെ ഫൈറ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലം ഒരു ആവശ്യവുമില്ല. വെറുതെ ഒരു ഫൈറ്റ് സീനും ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് കൊടുത്താൽ കൊള്ളാന്നും പറഞ്ഞ് കുത്തി കയറ്റി തിരികെ കയറ്റി വെച്ചേക്കുന്ന കൂട്ടാണ് ഓരോ ഫൈറ്റ് സീൻ കണ്ടപ്പോഴും തോന്നിയത്. അടുത്ത നെഗറ്റീവ്, റെപ്പറ്റീഷൻ, ക്ലീഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സിനിമയിൽ കണ്ടിട്ടുണ്ട്. തോക്കും ഇങ്ങനെ പിടിക്കും, എന്നിട്ട് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് തോക്ക് തട്ടിപ്പറിച്ച് തിരിച്ചു പിടിക്കുന്നത്. സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ടേ കാണുക തോക്ക് തട്ടിപ്പറിച്ചിട്ട് തിരിച്ച് പിടിപ്പിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് ഇതൊരു 3 വട്ടം കണ്ടിട്ടുണ്ട് ഈ തോക്ക് തട്ടിപ്പറിച്ച് തിരിച്ച് കാണിക്കുന്നത്. എന്തുവാണ് ഇത്? ഒരു മാറ്റമില്ല ഇതിനൊക്കെ. അടുത്ത നെഗറ്റീവ്, ഇതൊരു ഇന്റലിജന്റ് മൂവിയാണ്. അത് നെഗറ്റീവ് അല്ല, പക്ഷെ ഒരു ഇന്റലിജന്റ് മൂവിയാണ്. പക്ഷേ ലോജിക് എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ 7 ഇലത്തൂടെ പോയിട്ടില്ല. കാട്ടിക്കൂട്ടുന്നത് മൊത്തം ഇല്ലോജിക്കൽ ഐറ്റംസ്. ഇന്റലിജൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ ഫീൽ ചെയ്യുന്ന ഇന്റലിജൻസ് ഒക്കെ ഒരുമാതിരി ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഇന്റലിജൻസ് ഉണ്ടല്ലോ, ആ തരത്തിലുള്ള ഇന്റലിജൻസ് ആണ്. കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സീനൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത്രേ ഉള്ളായിരുന്നോ, ഈ ഒരു ഫീലാണ് പലപ്പോഴും പല സീനും കണ്ടപ്പോഴും തോന്നിയത്. അത് വേറൊരു കോമഡി ഉണ്ട്. ഇപ്പം എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണം, അപ്പൊ അങ്ങ് പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ വെച്ച് പറയില്ല. ഒരു കുന്നിന്റെ മുകളിൽ പോയിട്ട് അവിടെ വെച്ച് പറയും. അവിടെ വെച്ചാണ് വേറൊരു കാര്യം ഓർക്കുന്നത്. അതിന് അവിടെ വെച്ച് അങ്ങ് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അവിടുന്ന് വേറൊരു ലൊക്കേഷനിൽ പോകും, സ്റ്റേഡിയത്തിൽ പോകും. അവിടെ വെച്ചിട്ട് ഇനി ബാക്കി പറയത്തുള്ളൂ. എന്തിനിങ്ങനെ ലൊക്കേഷൻ, ഒരു ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ മാറി പോകുന്നത്? അവിടെ വെച്ച് അങ്ങ് പറഞ്ഞങ്ങ് തൊലക്കരുതോ? വെറുതെ എന്തിനാണ് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൊക്കേഷൻ മാറി കളിക്കുന്ന ഓരോ ഡയലോഗിന് വേണ്ടിയിട്ട്? ഈ സിനിമ ഒരു റോബറി ആൻഡ് ഒരു ഗെയിമിംഗ് സെറ്റപ്പിലുള്ള ഒരു സിനിമയാണ് ഗൈസ്. അതാണ് ഇതിന്റെ ബേസ്. ഇതിനകത്ത് ഇടയ്ക്കൊരു റോബറി കാണിച്ച സമയത്ത് കുറച്ച് ആനിമേഷൻ ഒക്കെ കൊണ്ടുവന്നു. മേ ബി ഗെയിം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ആനിമേഷൻ കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു
ഒരു ലെജൻഡറി മൂവിയുടെ ഓർമ്മയാണ് കിട്ടിയത്. നമ്മുടെ സ്വന്തം ഗാങ്സ്റ്റർ, മമ്മൂക്കാന്റെ ഗാങ്സ്റ്റർ. അതിനകത്താണ് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആനിമേഷൻ കയറ്റി, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഫൈറ്റ് സീൻ വരെ ആനിമേഷൻ കയറ്റി പൊട്ടിച്ചളഞ്ഞ സാധനം ഗാങ്സ്റ്റർ. ഇതിനകത്ത് ആ ഒരു ടച്ച് ഉണ്ട്. ഒരു റോബറി സീൻ കാണിച്ച സമയത്ത് ഞാൻ ഒരു നിമിഷം ആ ഒരു സിനിമയെ ഇത് കണ്ടപ്പോൾ സ്മരിച്ചുപോയി. പിന്നെ കുറച്ച് കോമഡിയൊക്കെ നടത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ എല്ലാം എട്ടുന്നില്ല, ചീറ്റിപ്പോയി. ഒരു കോമഡി പോലും വർക്കായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഇതിന്റെ കാസ്റ്റിലോട്ട് വരാം. കുറെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോമാഞ്ചം മൂവിയിലെ കുറെ ടീംസ് ഇതിനകത്ത് പിടിച്ച് അഭിനയിപ്പിച്ചിട്ട് കോമഡി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ എല്ലാം ട്രാജഡി ആയി പോയത്. മൂന്നാമത്തത് പഴയ ഒരു സിനിമയുണ്ട് എന്നിട്ടും എന്ന് പറയുന്ന ഒരു സിനിമ. ഇതാണ് ആ സിനിമ. പലർക്കും ഈ സിനിമ അറിയത്തില്ലായിരിക്കും, പക്ഷെ അതിനകത്തൊരു പാട്ട് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കും. ഒരു നൂറാശകൾ മിഴികളിൽ തഴുകുമോ എന്നും പറഞ്ഞിട്ട് കനികയും ഈ ചേട്ടനോടെ കറന്ന് കുത്തിമറിയുന്ന ഒരു പാട്ട്. ഇതിനകത്ത് ഈ പുള്ളിയും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, ഇദ്ദേഹത്തിനെ ആ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കകത്താണ് കാണുന്നത്. ഇദ്ദേഹം തന്നെ ആണോ അദ്ദേഹം ഒന്നും എനിക്ക് സംശയമില്ലാതില്ല. എനിക്ക് കണ്ടപ്പം ഇദ്ദേഹത്തിന്റെ കൂട്ടാണ് തോന്നിയത്. ഇദ്ദേഹം തന്നെ ആണോ അത് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും ഈ ഒരു സിനിമയിലകത്തുണ്ട് ഗൈസ് കാസ്റ്റ് ആയിട്ട്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഉണ്ടെന്ന് ഒരു കാര്യമില്ല, ഇതിനകത്ത് ഒന്നും പുള്ളിക്ക് ചെയ്യാനില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് മേജർ 2 കാസ്റ്റ് ഗൗതം വാസുദേവ് മേനോൻ ആൻഡ് മമ്മൂക്ക. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സിനിമ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്, തള്ളി കൊണ്ടുപോകുന്നത്. ഗൗതം ചേട്ടന്റെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. ഇൻട്രോ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ സ്ലോ മോഷൻ നടന്നു വരും. സ്ലോ മോഷൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ പെടല് തിരിക്കുന്ന ഒരു സീൻ. ഇത് എത്ര സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നടന്നു വരുമ്പോ ഇങ്ങനെ നോക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിയില്ലേ എന്താ കുഴപ്പം? ഒന്ന് മാറ്റി പിടിച്ചുവിടായോ ഈ ക്ലീശേ സാധനങ്ങളൊക്കെ. പിന്നെ വേറൊരു സർപ്രൈസിങ് കാസ്റ്റിംഗ്, ബിഗ് ബിയിലെ പുള്ളിയുടെ അനിയനായിട്ട് അഭിനയിച്ച അദ്ദേഹം. ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയും എന്തിനാ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. വെറുതെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയും നിർത്തിയേക്കുന്നത്. അങ്ങനെ കുറച്ചധികം കാസ്റ്റിംഗ് ഉള്ള മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ ഡീനോ ഡെന്നിസ്, പുള്ളിയുടെ ആദ്യത്തെ സംരംഭമാണ്. ഇദ്ദേഹം തന്നെയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തേക്കുന്നത്. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ പേര് ഡിനോ ഡെന്നിസ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ അനിയനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഡീനോ ഡെന്നിസ്. അനിയന്റെ ആദ്യത്തെ സിനിമയിൽ ചേട്ടനെ പിടിച്ച് അഭിനയിപ്പിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് കണക്ഷൻ. മനസ്സിലായോ? സോ ക്ലൈമാക്സ് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ ഒരു ശോകം എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. ക്ലൈമാക്സിനെ പറ്റി നിങ്ങൾ കണ്ടുവരണ്ടേ പറയണം കേട്ടോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞാൽ ആൻ ഇന്റലിജന്റ് ഇല്ലോജിക്കൽ മൂവി, ഇതേ പറയാനുള്ളൂ. സോ ഇതാണ് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ. എനിക്ക് ഒരു തരത്തിലും ഈ ഒരു സിനിമ കണക്ട് ആയിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഇച്ചിരി ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ആ ഒരു ലാസ്റ്റത്തെ 15 മിനിറ്റ് മാത്രമാണ്. അതല്ലാതെ ഒരു രോമം പോലും ഇവിടെ നിന്ന് പൊക്കാൻ ഇക്കായ്ക്ക് പറ്റിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. കട്ട ഫാൻസിനൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നീ മോഹൻലാൽ ഫാൻ അല്ലയോടാ, ഫാനിനെ ഇക്കാടെ മൂവിയെ ഡീഗ്രേഡ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് വന്ന് പറയുന്ന കഴിപ്പണം കെട്ടാൻ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും നമുക്ക് ഒരുപോലെ അടി. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും. ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ സിനിമ കാണാൻ പോകണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് എന്റെ ഒപ്പീനിയൻ, പേഴ്സണലി എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. വേറെ ആളുകൾക്ക് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ഈ ഒരു സിനിമയുടെ ആസ്വാദനം. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് ഈ ഒരു സാധനം അത്ര കണക്ട് ആയിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു, ധൈര്യമായി ടിക്കറ്റ് എടുത്തു. ഇപ്പൊ തന്നെ ടിക്കറ്റ് എടുത്തു. കാര്യം അവസാനത്തെ ഒരു 15 മിനിറ്റ് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. അതിനുവേണ്ടി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പൈസ മുതലാവുമെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. വേണമെങ്കിൽ പക്ഷെ ഒന്ന് കണ്ടിരിക്കുക നല്ലതാ. അപ്പൊ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.